ലേവ്യ പുസ്തകം 8-ാം അധ്യായം. യഹോവ പിന്നെയും മോശെയോട്, നീ അഹരോനെയും അവനോടുകൂടി അവൻ്റെ പുത്രന്മാരെയും വസ്ത്രം, അഭിഷേകതൈലം, പാപയാഗത്തിനുള്ള കാള, 2 ആട്ടിൻകൊറ്റന്മാർ, കൂടയിൽ പുളിപ്പില്ലാത്ത അപ്പം എന്നിവയുമായി കൊണ്ടുവരികയും സഭയെ മുഴുവൻ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൂട്ടുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശെ ചെയ്തു. സഭ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വന്നുകൂടി. മോശെ സഭയോട് യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു എന്ന് പറഞ്ഞു. മോശെ അഹരോനെയും പുത്രന്മാരെയും അടുക്കൽ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി. അവനെ ഉള്ളങ്കി ഇടിവിച്ച്, നടുകെട്ട് കെട്ടിച്ച്, അങ്കി ധരിപ്പിച്ച്, എഫോദിടുവിച്ച്, എഫോദിൻ്റെ ചിത്രപ്പണിയായ നടുകെട്ട് കെട്ടിച്ച് അതിനാൽ അത് മുറുക്കി, അവനെ പതക്കം ധരിപ്പിച്ച് പതക്കത്തിൽ ഊറീമും തൂമീമും വെച്ചു. അവൻ്റെ തലയിൽ മുടി വെച്ചു. മുടിയിന്മേൽ മുൻവശത്ത് വിശുദ്ധ കിരീടമായി പൊൻപട്ടം വെച്ച് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശെ അഭിഷേക തൈലം എടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. അതിനാൽ കുറയാൻ യാഗപീഠത്തിന്മേൽ 7 പ്രാവശ്യം തളിച്ച് യാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. അവൻ അഹരോൻ്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. മോശെ അഹരോൻ്റെ പുത്രന്മാരെ വരുത്തി അങ്കി ധരിപ്പിച്ച് നടുകെട്ട് കെട്ടിച്ച് തലപ്പാവ് ഇടിവിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ പാപയാഗത്തിനുള്ള കാളയെ കൊണ്ടുവന്നു. പാപയാഗത്തിനുള്ള കാളയുടെ തലയിൽ അഹരോനും പുത്രന്മാരും കൈവച്ചു. അവൻ അതിനെ അറുത്തു. മോശെ അതിൻ്റെ രക്തമെടുത്ത് വിരൽ കൊണ്ട് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടി യാഗപീഠം ശുദ്ധീകരിച്ചു. ശേഷം രക്തം യാഗപീഠത്തിൻ്റെ ചുവട്ടിലൊഴിച്ച് അതിനുവേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിച്ചു. കൂടലിന്മേലുള്ള സകല മേധസ്സും, കരളിന്മേലുള്ള വപയും മൂത്രപ്പിണ്ഡം 2 അവയുടെ മേധസ്സും മോശെയെടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. എന്നാൽ കാളയെയും അതിൻ്റെ തോൽ, മാംസം, ചാണകം എന്നിവയും അവൻ പാളയത്തിന് പുറത്ത് തീയിലിട്ട് ചുട്ടുകളഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ഹോമയാഗത്തിനുള്ള ആട്ടിൻകൊറ്റനെയും കൊണ്ടുവന്നു. അഹരോനും പുത്രന്മാരും ആട്ടിൻകൊറ്റൻ തലയിൽ കൈവച്ചു. അവൻ അതിനെ അറുത്തു. മോശെ അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. ആട്ടിൻകൊറ്റനെ ഖണ്ഡം ഖണ്ഡമായി ഖണ്ഡിച്ചു. മോശെ തലയും ഖണ്ഡങ്ങളും മോദസും ദഹിപ്പിച്ചു. അവൻ അതിൻ്റെ കുടലും കാലും വെള്ളം കൊണ്ട് കഴുകി. മോശെ ആട്ടിൻകൊറ്റനെ മുഴുവൻ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. ഇത് സൗരഭ്യവാനായ ഹോമയാഗമായി യഹോവയ്ക്കുള്ള ദഹനയാഗം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ കരരൂപത്തിനുള്ള ആട്ടിൻകൊറ്റനായ മറ്റേ ആട്ടിൻകൊറ്റനെയും കൊണ്ടുവന്നു. അഹരോനും പുത്രന്മാരും ആട്ടിൻകൊറ്റൻ്റെ തലയിൽ കൈവച്ചു. അവൻ അതിനെ അറുത്തു. മോശെ അതിൻ്റെ രക്തം കുറെയെടുത്ത് അഹരോൻ്റെ വലത്തെ കാതിന്മേൽ, വലത്തെ കൈയുടെ പെരുവിരലിന്മേലും വലത്തെ കാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടി. അവൻ അഹരോൻ്റെ പുത്രന്മാരെ വരുത്തി മോശെ രക്തം കുറെയെടുത്തു വലത്തെ കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരലിന്മേലും വലത്തെ കാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടി. ശേഷം രക്തം മോശെ യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. മേധസ്സും തടിച്ച വാലും, കുടലിന്മേലുള്ള സകല മേധസ്സും, കരളിന്മേലുള്ള വപയും മൂത്രപിണ്ഡം 2 അവയുടെ മേധസ്സും വലത്തെ കൈക്കും അവൻ എടുത്തു. യഹോവയുടെ സന്നിധിയിലുള്ള പുളിപ്പില്ലാത്ത അപ്പം ഇരിക്കുന്ന കൂടയിൽ നിന്നും പുളിപ്പില്ലാത്ത ഒരു അപ്പവും എണ്ണയപ്പമായ ഒരു ദോശയും ഒരു വടയും എടുത്ത് മേധസ്സിന്മേലുള്ള കൈക്കുറുക്കിന്മേൽ വെച്ചു. അവനൊക്കെയും അഹരോൻ്റെ കയ്യിലും അവൻ്റെ പുത്രന്മാരുടെ കയ്യിലും വെച്ച് യഹോവയ്ക്ക് നീരാജനം ചെയ്തു. പിന്നെ മോശെ അവയെ അവരുടെ കയ്യിൽ നിന്നെടുത്ത് യാഗപീഠത്തിന്മേൽ യാഗത്തിന്മീതെ ദഹിപ്പിച്ചു. ഇത് സൗരഭ്യവാസനായ കരരൂപയാഗം, യഹോവയ്ക്കുള്ള ദഹനയാഗം തന്നെ. മോശെ അതിൻ്റെ നെഞ്ച് എടുത്ത് യഹോവയുടെ സന്നിധിയിൽ നീരാജനാർപ്പണമായി നീരാജനം ചെയ്തു. കരരൂപണത്തിൻ്റെ ആട്ടിൻകൊറ്റനിൽ മോശയ്ക്കുള്ള ഓഹരിയാവുന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശെ അഭിഷേക തൈലം യാഗപീഠത്തിന്മേൽ രക്തവും കുറേശ്ശെയെടുത്ത് അഹരോൻ്റെ മേലും അവൻ്റെ വസ്ത്രത്തിന്മേലും അവൻ്റെ പുത്രന്മാരുടെ മേലും പുത്രന്മാരുടെ വസ്ത്രത്തിന്മേലും തളിച്ചു. അഹരോനെയും അവൻ്റെ വസ്ത്രത്തെയും അവൻ്റെ പുത്രന്മാരെയും പുത്രിമാരുടെ വസ്ത്രങ്ങളെയും ശുദ്ധീകരിച്ചു. അഹരോനോടും അവൻ്റെ പുത്രന്മാരോടും മോശെ പറഞ്ഞ എന്തെന്നാൽ, മാംസം നിങ്ങൾ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച്
പാകം ചെയ്ത് അഹ്റോനും പുത്രന്മാരും അത് തിന്നണമെന്ന് എനിക്ക് കൽപ്പനയുണ്ടാകുന്നതുപോലെ അവിടെ വെച്ചത് കരരോമണത്തിൻ്റെ കൂടയിലിരിക്കുന്ന അപ്പവും തിന്നുവിൻ. മാംസത്തിലും അപ്പത്തിലും ദീക്ഷിക്കുന്ന നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. നിങ്ങളുടെ കരരോമണ ദിവസങ്ങൾ തികയോളം നിങ്ങൾ 7 ദിവസത്തേക്ക് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വിട്ട് പുറത്തു പോകരുത്. 7 ദിവസം അവൻ നിങ്ങൾക്ക് കരരോപണം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഇന്ന് ചെയ്തതുപോലെ തന്നെ ഇനിയും ചെയ്യേണ്ടതിന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ മരിക്കാതിരിപ്പാൻ 7 ദിവസം രാവും പകലും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ പാർത്ത് യഹോവയുടെ കൽപ്പന അനുസരിക്കണം. ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചു. സകല കാര്യങ്ങളൊക്കെയും അഹ്റോനും അവൻ്റെ